പെരുന്നാൾ ഇങ്ങെത്തി. ആഘോഷങ്ങൾക്ക് വർണ്ണപ്പകിട്ടേക്കാൻ ചേലക്കരയുടെ സ്വന്തം നിറഫാബും ഒരുങ്ങിക്കഴിഞ്ഞു. ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതും ആകർഷകമായ ഓഫറുകളോടെ. ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറഫാബ്, മേപ്പാടം, ചേലക്കര. പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കലാമണ്ഡലത്തിന് മുൻപിൽ നടത്തുന്ന റിട്ടയർഡ് അധ്യാപകരുടെ അനിശ്ചിതകാല സമരത്തിന്റെ 2ാം ദിവസമായ വ്യാഴാഴ്ച സമരത്തിന്റെ ഉദ്ഘാടനം കലാമണ്ഡലം ഹൈമാവതി നിർവഹിച്ചു. കലാമണ്ഡലം റിട്ടയേർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന്റെ മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 2ാം ദിവസമായ വ്യാഴാഴ്ച നടന്ന സമരത്തിന്റെ ഉദ്ഘാടനം കലാമണ്ഡലം ഹൈമാവതി നിർവഹിച്ചു. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങളിവിടെ പഠിപ്പിക്കുന്ന കാലത്ത് 13 വർഷം മുമ്പ് ഒക്കെയാണ് ഞാൻ ചേർന്നത്. 79-ലാണ് ഇവിടെ. ആ സമയത്തൊക്കെ ആ പ്രോഗ്രാമിന് പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഇന്നത്തെ കാലം പോലെയല്ല, വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ട്രെയിനിന് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ വളരെ ബുദ്ധിമുട്ടി. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറക്കേണ്ടി വരും, ഞങ്ങൾക്ക് റൂമൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടാണ് പരിപാടികൾക്കൊക്കെ പോയി. ഇന്നത്തെ നിലയ്ക്ക് ഈ കലാമണ്ഡലം ഇന്നത്തെ ആൾക്കാർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. പ്രോഗ്രാമിന് പോയാൽ പ്രൈവറ്റായിട്ട് പോയവർക്കും ഉണ്ടാവില്ല. ഞങ്ങൾ ഗവൺമെന്റ് പരിപാടികൾക്കാണ് പോവാറ്. അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഞങ്ങൾ ഈ കലാമണ്ഡലത്തിന്റെ പ്രശസ്തിയുടെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ച ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന വയസ്സായവരൊക്കെ. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ കഴിയുന്നതും വേഗം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അനുവദിച്ചു തരണം എന്നുകൂടി ഞാനിതോടുകൂടി പറയുന്നു. ഞങ്ങൾ പറയാറില്ലേ, ഞങ്ങൾക്ക് ഈ ചെണ്ടടയും പത്തടിയൊക്കെ ശബ്ദം കേട്ടിട്ട് കഥകളിക്കാർക്കൊക്കെ ചെവിയൊക്കെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയത് ലാസ്റ്റ് വയസ്സായപ്പോ. എല്ലാവർക്കും ഈ കലാമണ്ഡലത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കണേ. ഒരു പ്രൈവറ്റ് കാര്യങ്ങൾക്കും പോയിട്ടല്ല ഞങ്ങളുടെ ആരോഗ്യം പോയിട്ടുള്ളത്, കലാമണ്ഡലത്തിന് വേണ്ടി മാത്രമാണ്. അതൊന്ന് മനസ്സിൽ കാണണമെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ ചെവി ഒന്ന് കേൾക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഗവൺമെന്റിനോട് പറയാൻ അതാണ് ഞങ്ങൾക്കുള്ളത്. പ്രായാധിക്യം വകവയ്ക്കാതെ ചെയ്ത ജോലിയുടെ ശമ്പളവും പെൻഷനും നേടിയെടുക്കാൻ വേണ്ടി കലാമണ്ഡലത്തിന് മുന്നിൽ കനത്ത ചൂട് സഹിച്ച് അനിശ്ചിതകാല സമരം നടത്തുകയാണ്. ഫോറം കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കേരള കലാമണ്ഡലത്തെ 2017 ജൂൺ മുതൽ കൽപ്പിത സർവകലാശാലയാക്കി ഉയർത്തുകയും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ കേരള സർക്കാർ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കലാമണ്ഡലത്തിൽ 15 വർഷം സർവീസ് പൂർത്തിയാക്കിയ 33 അധ്യാപകരെ UGC പദ്ധതി കീഴിൽ ഉൾപ്പെടുത്തി. UGC 5ാം ശമ്പള പരിഷ്കരണം 2012 മാർച്ച് മുതൽ അശാസ്ത്രീയമായി നടപ്പിലാക്കി. കേരളത്തിലെ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും 2006 പ്രാബല്യത്തോടെ 2019 UGCയുടെ 6ാം ശമ്പള പരിഷ്കരണം നൽകുകയും ചെയ്തു. 2007 ജൂൺ മുതലുള്ള ശമ്പള പെൻഷൻ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഈ ശമ്പളവും പെൻഷനും ലഭിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി തവണ അധികൃതരെ കാണുകയും 2 തവണ കലാമണ്ഡലത്തിനു മുന്നിലും അകത്തുമായി സമരം നടത്തുകയും ചെയ്തു. MLA മറ്റ് ഉദ്യോഗസ്ഥർക്കും രേഖാമൂലം അപേക്ഷ നൽകിയിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല. 33 പേരിൽ നിരവധി പേർ ഇവരെ വിട്ട് ഈ ലോകത്തോട് യാത്രയായി. ഇന്ന് സമരത്തിന് ഇറങ്ങുന്ന എല്ലാ അധ്യാപകരും 70 വയസ്സ് കഴിഞ്ഞവരാണ്. പ്രായാധിക്യം വകവയ്ക്കാതെയാണ് ഇവർ ഞങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായി സമരത്തിനിറങ്ങുന്നത്. കലാമണ്ഡലത്തിന്റെ ഉയർച്ചയിൽ മുൻപന്തി വഹിച്ച അധ്യാപകർ കൂടിയാണ് ഇവർ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്താനാണ് ഉദ്ദേശിച്ചതെങ്കിലും പ്രായാധിക്യത്തെ തുടർന്നാണ് കലാമണ്ഡലത്തിന്റെ മുന്നിലാക്കിയത്. സാധാരണ രീതിയിലുള്ള സമരമല്ല ഈ സമരമെന്നും 3 ദിവസത്തോളം ഞങ്ങൾ സമരം കലാമണ്ഡലത്തിന്റെ മുന്നിൽ ചെയ്യുമെന്നും ഇതിനും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജോലിക്ക് വരുന്ന ഉദ്യോഗസ്ഥരെയും മറ്റുള്ളവരെയും ഗേറ്റിൽ തടയുന്ന അവസ്ഥയിൽ ഞങ്ങൾ കൈക്കൊള്ളുമെന്നും ഞങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുവരെ ഏത് ത്യാഗത്തിനും മുന്നോട്ടു പോകുമെന്നും യൂണിയൻ പ്രസിഡന്റ് കലാമണ്ഡലം M. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പ്രൊഫസർ കലാമണ്ഡലം S. ഗോപകുമാർ, മറ്റു ഭാരവാഹികളും പറഞ്ഞു. ഇവിടെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ എന്നുള്ളത് കൊണ്ട് സംഖ്യ പറയുന്നതിന് മാനക്ഷതം വേണ്ട കാര്യമില്ല. 21,000 രൂപയാണ് അദ്ദേഹത്തിന് പെൻഷനായിട്ട് കിട്ടുന്നത്. ഫലത്തിൽ അദ്ദേഹം
UGCയിൽ പിരിഞ്ഞതാണ്. അപ്പോൾ കലാമണ്ഡലത്തിലുള്ളവരും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും കുടുംബവും നാട്ടുകാരും ഉൾപ്പെടെ ഒരു കാര്യം പറഞ്ഞാലും, ഭർത്താവ് പറഞ്ഞാലും, അച്ഛൻ പറഞ്ഞാലും, ആശാൻ പറഞ്ഞാലും, സുഹൃത്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരവസ്ഥയിലാണ് ബാലസുന്ദരൻ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പിരിഞ്ഞത്, UGC ശമ്പളം വാങ്ങിച്ചിട്ടാണ് പിരിയുന്നത്. അപ്പോൾ പെൻഷൻ ഈ പറയുന്നത് നുണയാണ്, അത് അസത്യമാണ് എന്ന ഒരു അന്തരീക്ഷമാണ് ബാലസുന്ദരനെ സംബന്ധിച്ചുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. അത് വൈസ് ചാൻസലറെ ബോധ്യപ്പെടുത്താൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടി ശരിക്കും എന്ന് പറഞ്ഞാൽ. പിന്നീട് പരിശോധിക്കാം, അതെന്താണ് പറ്റിയിരിക്കുന്നത് അന്വേഷിക്കാമെന്ന് ആ സമയത്ത് പറയുകയുണ്ടായി. എങ്ങനെയാലും അതിൻ്റെ ഒരു സാഹചര്യം രാജേഷ് സാറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ നീ പറഞ്ഞത്. ഇങ്ങനെ നിരവധി കലാകാരന്മാരുടെ അല്ലെങ്കിൽ റിട്ടയേർഡ് ചെയ്ത ആശാന്മാരുടെ ആശാത്തികളുടെ അവസ്ഥ ഇത്തരത്തിലാണ് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തി മാത്രം. എങ്ങനെയാലും നമ്മൾ നിരന്തരം നമ്മുടെ സ്വഭാവം അനുസരിച്ച് വലിയ രോഷപ്രകടനങ്ങളും താടനങ്ങളും ഒന്നുമില്ലാതെ വളരെ സമാധാനപരമായി കുറേ കാലമായി സമരം ചെയ്തു വരുന്നു. നമുക്ക് പ്രതീക്ഷ കൈവിടുന്നില്ല. നമ്മളെ സഹായിക്കുന്നതിന് നമ്മളെക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ അറിവും പ്രായോഗിക പരിജ്ഞാനവുമുള്ള രാജേഷ് സാറിനെ പോലുള്ള ഉന്നതരായ അധ്യാപകർ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് മുന്നോട്ട് വരുന്നു എന്നത് നമുക്ക് വളരെ ആശ്വാസമുള്ളതാണ്. CCV ന്യൂസ്, ചേലക്കര.